Good morning. Welcome to today's section of CTTF Digital. Today we have the topic Types of Connectivity. നമ്മൾ കഴിഞ്ഞ സെക്ഷൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ ഈ ഒരു സെക്ഷൻ്റെ അകത്ത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണക്ടിവിറ്റീനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഈ കണക്ടിവിറ്റി എന്ന് പറയുന്നത് മെയിൻലി റെഫർ ചെയ്യുന്നത് ഒരു മെത്തേഡാണ്. അതായത് കമ്പ്യൂട്ടറിന് മറ്റുള്ള ഡിജിറ്റൽ ഡിവൈസസുമായിട്ട് ഇന്റർനെറ്റിനെ, അതായത് മറ്റുള്ള ഡിജിറ്റൽ ഡിവൈസസും വിച്ച് കമ്പ്യൂട്ടേഴ്സും അതുപോലെ തന്നെ മറ്റുള്ള ഡിജിറ്റൽ ഡിവൈസസും ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന മെത്തേഡാണ് ഈ കണക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരുപാട് കാലങ്ങളായിട്ട് ഒന്നിൽ കൂടുതൽ ടൈപ്സ് ഓഫ് കണക്ടിവിറ്റി ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് സ്ലോ ഡയലപ്പ് കണക്ഷൻ തൊട്ടിട്ട് അൾട്രാ ഫാസ്റ്റ് ഫൈബർ ഓപ്റ്റിക് ബ്രോഡ്ബാൻഡ് വരെ ഇന്ന് എത്തി നിൽക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ കണക്ടിവിറ്റി എന്താണ്? കണക്ടിവിറ്റി മെയിൻലി റെഫർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ കമ്പ്യൂട്ടേഴ്സിനെയും മറ്റുള്ള ഡിജിറ്റൽ ഡിവൈസസിനെയും ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് ഈ ഒരു കണക്ടിവിറ്റി റെഫർ ചെയ്യുന്നത്. സോ ഓവർ ദ ഇയേഴ്സ് ഒരുപാട് കാലങ്ങളായിട്ട്, അതായത് ഈ കൊല്ലം മാറുന്നതിനനുസരിച്ചിട്ട് ഒന്നിൽ കൂടുതൽ ടൈപ്സ് ഓഫ് കണക്ടിവിറ്റി ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അതായത് ഡയലപ്പ് കണക്ഷൻ തൊട്ടിട്ട് അൾട്രാ ഫാസ്റ്റ് ഫൈബർ ഓപ്റ്റിക് ബ്രോഡ്ബാൻഡ് വരെ എത്തി നിൽക്കുന്നുണ്ട്. സോ ഈ ഒരു ലെക്ചറിൻ്റെ അകത്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോകുന്നത് കണക്ടിവിറ്റീനെ രണ്ട് ബ്രോഡ് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ദാറ്റ് ഈസ് വയേർഡ് കണക്ടിവിറ്റിയും മറ്റേത് വയർലെസ് കണക്ടിവിറ്റിയും. ഓക്കെ, വയേർഡ് കണക്ടിവിറ്റിയും ഉണ്ട്, വയർലെസ് കണക്ടിവിറ്റിയും ഉണ്ട്. സോ നമ്മൾ ഈ ഒരു സെക്ഷൻ്റെ അകത്ത് ഈ ഓരോ ടൈപ്പ് ഓഫ് കണക്ടിവിറ്റീനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഓൾസോ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ഡയലപ്പ് കണക്ടിവിറ്റി ആണ്. ഈ ഒരു ടെക്നോളജി കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1990s തൊട്ടിട്ട് ഏർലി 2000s വരെയാണ്. അതായത് ഈ ബ്രോഡ്ബാൻഡ് കുറച്ചുകൂടെ പോപ്പുലർ ആകുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടത്തിലാണ് ഈ ഒരു ടെക്നോളജി കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 1990s തൊട്ടിട്ട് ഏർലി 2000s വരെ. അപ്പൊ ഈ ഒരു ഡയലപ്പ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. അതായത് ഇന്റർനെറ്റിന് ഒരു ട്രഡീഷണൽ ടെലിഫോൺ ലൈൻ യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഡയലപ്പ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ഡയലപ്പ് കണക്ടിവിറ്റി is a method of accessing the internet by using a traditional telephone line. Is it clear? So ഇതിന് ഒരു മോഡം ആവശ്യമാണ്. ഈ ഒരു ഡയലപ്പ് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു മോഡം ആവശ്യമാണ്. അതായത് ഈ ഡിജിറ്റൽ സിഗ്നൽസിനെ, കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ് സിഗ്നൽസ് ആയിട്ട് മാറ്റുന്നു. ദെൻ അതിന് ആ ഒരു ടെലിഫോൺ നെറ്റ്വർക്കിലൂടെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് കമ്പ്യൂട്ടറിൻ്റെ ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ് സിഗ്നൽസിലോട്ടേക്ക് മാറ്റിയിട്ട് സോ ദാറ്റ് ഈ ഒരു ടെലിഫോൺ നെറ്റ്വർക്കിലൂടെ ഇതിന് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഡയലപ്പ് കണക്ടിവിറ്റി ഈ ഒരു ടെക്നോളജി കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1990 തൊട്ടിട്ട് 2000 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. സോ അതായത് ഈ ബ്രോഡ്ബാൻഡ് പോപ്പുലർ ആവുന്നതിന് മുന്നേ. അപ്പൊ ഈ ഒരു ഡയലപ്പ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. അതായത് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എങ്ങനെ? ഒരു ട്രഡീഷണൽ ടെലിഫോൺ ലൈൻ യൂസ് ചെയ്തിട്ട്. ഇതിന് ഒരു മോഡം ആവശ്യമാണ്. അതായത് ഡിജിറ്റൽ സിഗ്നൽസിന് അതായത് കമ്പ്യൂട്ടറിൻ്റെ അകത്തുനിന്ന് വരുന്ന ഡിജിറ്റൽ സിഗ്നൽസിന് അനലോഗ് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ആ ഒരു നെറ്റ്വർക്ക്, ആ ഒരു സിഗ്നലിന് ടെലിഫോൺ നെറ്റ്വർക്കിലൂടെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ഡയലപ്പ് വർക്ക് ചെയ്യുന്നത്? വർക്കിംഗ് ഓഫ് ഡയലപ്പ് എങ്ങനെയാണ്? കമ്പ്യൂട്ടർ മോഡം ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഈ മോഡം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോൺ നമ്പർ ഡയൽ ചെയ്യും. എന്നിട്ട് അതായത് ഈ ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ
ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫോൺ നമ്പർ എന്ത് ചെയ്യുന്നുണ്ട്, മോഡം ഡയൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു മോഡം ഡയൽ എ ഫോൺ നമ്പർ പ്രൊവൈഡഡ് ബൈ ദ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ISP. വൺസ് ഈ ഒരു കോള് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം, ഓക്കെ, വൺസ് ഈ ഒരു കോള് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം ഒരു സർക്യൂട്ട് സ്വിച്ച്ഡ് കണക്ഷൻ ഉണ്ടാവും. അവിടെ എന്ത് ചെയ്യും, ആ ഒരു സർക്യൂട്ട് സ്വിച്ച്ഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും ഈ കമ്പ്യൂട്ടറിന്റെയും ISPന്റെയും ഇടയിലായിട്ട്. ഓക്കെ, വൺസ് ഈ ഒരു കോള് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം ഒരു സർക്യൂട്ട് സ്വിച്ച്ഡ് കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും ബിറ്റ്വീൻ ദ കമ്പ്യൂട്ടർ ആൻഡ് ദ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, ദാറ്റ് ഇസ് ISP. അപ്പൊ ഈ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അനലോഗ് സിഗ്നൽ, അതായത് ഈ ടെലിഫോൺ ലൈനിലൂടെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് അനലോഗ് സിഗ്നൽസ് ആയിരിക്കും. ഓക്കെ, അതായത് ഈ ഒരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഓക്കെ, ടെലിഫോൺ ലൈനിലൂടെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അനലോഗ് സിഗ്നൽസിലൂടെ ആയിരിക്കും. അപ്പൊ ഒരു മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 56 kb/s ആണ്. ഓക്കെ, 56 kb/s ആണ് ഇതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. ഇത് വളരെ സ്ലോ ആണ്. അതായത് മോഡേൺ ഇന്റർനെറ്റ് സ്പീഡ് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ 56 kb/s എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സ്പീഡാണ്, റൈറ്റ്? സോ വർക്കിംഗ് ഓഫ് ഡയൽ അപ്പ്, ഒരു കമ്പ്യൂട്ടർ മോഡുമായിട്ട് എങ്ങനെയാ കണക്ട് ചെയ്യുന്നത്? ഒരു കമ്പ്യൂട്ടർ ഒരു മോഡുമായിട്ട് കണക്ട് ചെയ്യും. ഈ മോഡം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോൺ നമ്പർ ഡയൽ ചെയ്യും. അതായത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, ഓക്കെ, പ്രൊവൈഡഡ് ബൈ ദ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു മോഡം ഫോൺ നമ്പർ ഡയൽ ചെയ്യും. വൺസ് ഈ ഒരു കോള് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം ഒരു സർക്യൂട്ട് സ്വിച്ച്ഡ് കണക്ഷൻ അവിടെ കമ്പ്യൂട്ടറിന്റെയും ISPന്റെയും ഇടയിലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ദെൻ ഡേറ്റ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോം ഓഫ് അനലോഗ് സിഗ്നൽസ്, ഓക്കെ, ടെലിഫോൺ ലൈനിലൂടെ ഫോം ഓഫ് അനലോഗ് സിഗ്നൽ ആയിട്ട്, ഓക്കെ, ഒരു ഫോം ഓഫ് അനലോഗ് സിഗ്നൽ ആയിട്ട് ഡേറ്റ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 56 kb/s ആണ്. ഇത് വളരെ സ്ലോ ആണ്. അതായത് മോഡേൺ ഇന്റർനെറ്റ് സ്പീഡ് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് വളരെ സ്ലോ ആണ്. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻറ്റേജസ്, ലോ കോസ്റ്റ് ആണ്. അതായത് സിൻസ് it uses existing telephone lines ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചറിന്റെ യാതൊരുവിധ ആവശ്യകതയും വരുന്നില്ല. ഓക്കെ, ലോ കോസ്റ്റ് ആണ്. സിൻസ് ഇത് എക്സിസ്റ്റിംഗ് ടെലിഫോൺ ലൈൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ there is no need for new infrastructure. Wide availability, അതായത് ഇതിനെ എനിവെയർ ഒരു ടെലിഫോൺ ലൈൻ പ്രസന്റ് ചെയ്യുന്ന എവിടെ വേണമെങ്കിലും, ഇവൻ ഇൻ റിമോട്ട് ഏരിയാസിൽ പോലും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അതായത് ഇതിന് എവിടെ വേണമെങ്കിലും ഒരു ടെലിഫോൺ ലൈൻ പ്രസന്റ് ചെയ്യുന്ന ഇവൻ ഇൻ റിമോട്ട് ഏരിയാസിലാണെന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതിന് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് മെയിൻലി കോസ്റ്റ് വളരെ കുറവാണ്. സിൻസ് ഇത് എക്സിസ്റ്റിംഗ് ടെലിഫോൺ ലൈൻസിലാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ നമുക്കൊരു പുതിയ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യമില്ല. വൈഡ് അവൈലബിലിറ്റി, ഇത് എവിടെ വേണമെങ്കിലും ഒരു ടെലിഫോൺ ലൈൻ എവിടെയാണോ പ്രസന്റ് ചെയ്യുന്നത് അതിൽ എവിടെ വേണമെങ്കിലും ഇതിന് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ഇവൻ ഇൻ റിമോട്ട് ഏരിയാസ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ്, വളരെ സ്ലോ സ്പീഡാണ്. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് വെരി സ്ലോ സ്പീഡാണ്. അതായത് മാക്സിമം 56 kb/s. ഓക്കെ, മാക്സിമം 56 kb/s. ഇതൊരിക്കലും ഫോണും അതുപോലെ തന്നെ ഇന്റർനെറ്റിനെയും ഒരേ സമയത്ത് യു കനോട്ട് യൂസ് അതായത് നമുക്ക് ഒരിക്കലും ഫോണും ഇന്റർനെറ്റും ഒരേ സമയത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റൂല. കാരണം രണ്ടും ഒരേ സെയിം ലൈൻ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഫോണും ഇന്റർനെറ്റും ഒരേ സമയത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റൂല, കാരണം ഇത് രണ്ടും ഷെയർ ചെയ്യുന്നത് സെയിം ലൈൻ തന്നെയാണ്. നെക്സ്റ്റ് പുവർ റിലയബിലിറ്റി, ഫ്രീക്വന്റ് ആയിട്ടുള്ള ഡിസ്കണക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഫ്രീക്വന്റ് ആയിട്ടുള്ള ഡിസ്കണക്ഷൻസ്. Absolute today replaced by faster technologies like DSL, cable and fibers. Okay, so disadvantages എന്ന് പറയുന്നത് ഇത് വളരെ സ്ലോ സ്പീഡ് ആണ്. മാക്സിമം 56 kb/s മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊരിക്കലും ഫോണും ഇന്റർനെറ്റും ഒരേ സമയത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റൂല, കാരണം രണ്ടും ഷെയർ ചെയ്യുന്നത് സെയിം ലൈൻ തന്നെയാണ്. പുവർ റിലയബിലിറ്റി ആണ്, അതായത് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഡിസ്കണക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇൻ 1990s മോസ്റ്റ് ഓഫ് ദ ഹൗസസും
കണക്ട് ചെയ്തേക്കുന്നത് ത്രൂ ഡയലപ്പിലൂടെ ആയിരുന്നു. അതായത് 1990s ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ഇന്റർനെറ്റ് കണക്ട് ചെയ്തേക്കുന്നത് ത്രൂ ഡയലപ്പിലൂടെ ആയിരുന്നു. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂസേഴ്സ് ഓഫൻ ഹേർഡ് എ ഡിസ്റ്റിങ്റ്റീവ് ഡയലിംഗ് സൗണ്ട് ആസ് ദ മോഡം എസ്റ്റാബ്ലിഷ്ഡ് ദ കണക്ഷൻ. ഓക്കെ, സോ നമ്മൾ എന്താ പറഞ്ഞേ, ഡയലപ്പ് കണക്ടിവിറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ടെക്നോളജി നമ്മൾ ഡയലപ്പ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. അതായത് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്ന ഒരു മെത്തേഡ് യൂസിങ് എ ട്രഡീഷണൽ ടെലിഫോൺ ലൈൻ. ദെൻ വർക്കിംഗ് പറഞ്ഞു. അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ ചെറിയ കാശ് മാത്രമേ നമുക്ക് ഈടാവുന്നുള്ളൂ. അതുപോലെ തന്നെ വൈഡ് അവൈലബിലിറ്റിയും ആണ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ്, വളരെ സ്ലോ സ്പീഡാണ്. ഫോണിനെയും ഇന്റർനെറ്റിനെയും ഒരേ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റൂല. പുവർ റിലയബിലിറ്റി ആണ്. എക്സാമ്പിൾ 1990s മോസ്റ്റ് ഓഫ് ദ ഹൗസസും കണക്ട് ചെയ്തേക്കുന്നത് ഇന്റർനെറ്റ് കണക്ട് ചെയ്തേക്കുന്നത് ത്രൂ ഡയലപ്പ് ആയിരുന്നു. വെൻ കണക്റ്റഡ് യൂസേഴ്സ് ഓഫൻ ഹേർഡ് എ ഡിസ്റ്റിങ്റ്റീവ് ഡയലിംഗ് സൗണ്ട് ആസ് ദ മോഡം എസ്റ്റാബ്ലിഷ് ദ കണക്ഷൻ. നെക്സ്റ്റ്, വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി. എന്താണ് ഈ വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്? ഈ ഒരു വയേർഡ് ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്നത് ഫാസ്റ്ററും അതുപോലെ തന്നെ സ്റ്റേബിളും ആണ്, മോർ റിലയബിളും ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഡയലപ്പ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വയേർഡ് ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റർ ആണ്, കൂടുതൽ സ്റ്റേബിളും ആണ്, കൂടുതൽ റിലയബിളും ആണ്. ഇത് നമ്മൾ ഇന്റർനെറ്റ് യാതൊരു രീതിയിലുള്ള, അതായത് ടെലിഫോൺ ലൈനിന്റെ ബ്ലോക്കിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഇന്റർനെറ്റ് യൂസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഹയർ സ്പീഡ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് എന്ത് അനുവദിക്കുന്നുണ്ട്? ഇന്റർനെറ്റിന് യാതൊരുവിധ ടെലിഫോൺ ലൈനിന്റെ യാതൊരുവിധ ബ്ലോക്കിങ്ങും ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹയർ സ്പീഡ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് ഡിഫറെന്റ് ടൈപ്സ്, ഇവിടെ നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് വയേർഡ് ബ്രോഡ്ബാൻഡ് ടെക്നോളജീസ് ഉണ്ട്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വയേർഡ് ബ്രോഡ്ബാൻഡ് ടെക്നോളജീസ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വയേർഡ് ബ്രോഡ്ബാൻഡ് ടെക്നോളജീസ് എന്ന് പറയുന്നത്? യെസ്, ISDN, cable internet, DSL, leased line, FTTH. These all are the different types of wired broadband technologies. Okay, ISDN, cable internet, DSL, leased line and FTTH. Okay അല്ലേ? So ISDN എന്ന് പറയുന്നത് എന്താ? അതൊരു ഇന്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് ആണ്. ഓക്കെ, ISDN എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് ആണ്. അപ്പൊ ഈ ISDN എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ അപ്ഗ്രേഡ് ആയിരിക്കും. ഡയലപ്പിന്റെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ അപ്ഗ്രേഡ് ആണ് നമുക്ക് എന്ത് പറയാം, ISDN എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വോയിസും അതുപോലെ തന്നെ ഡേറ്റേനെയും എന്ത് ചെയ്യുന്നുണ്ട്, സെയിം ടെലിഫോൺ ലൈനിലൂടെ തന്നെ ഒരേ സമയത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഡയലപ്പിൽ പറഞ്ഞു ഒരേ സമയത്ത് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റൂല എന്ന് പറഞ്ഞു. ബട്ട് ISDN എന്ന് പറയുന്നത് ഡിജിറ്റൽ അപ്ഗ്രേഡ് ഓഫ്, അതായത് ഈ ഡയലപ്പിന്റെ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷൻ ആണ്. ഇത് വോയിസിനെ ആണെങ്കിലും ഡേറ്റേനെ ആണെങ്കിലും ഒരേ സമയത്ത് തന്നെ സെയിം ടെലിഫോൺ ലൈനിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അനുവദിക്കുന്നുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് ബേസിക് റേറ്റ് റെഫർ ചെയ്യുന്നത്, അതായത് BRI അപ് ടു 128 kb/s ആണ്. ഓക്കെ, ബേസിക് റേറ്റ് ഇന്റർഫറൻസ് എന്താണ്? അപ് ടു 128 kb/s. പ്രൈമറി റേറ്റ് ഇന്റർഫേസ്, ഓക്കെ, പ്രൈമറി റേറ്റ് ഇന്റർഫേസ് PRI, ഇത് ഹയർ സ്പീഡ് ആണ്. ഇത് ബിസിനസ്സിനൊക്കെയാണ് സ്യൂട്ടബിൾ ആവുന്നത്. ഓക്കെ, കുറച്ചുകൂടെ ഹയർ സ്പീഡുമാണ്, ബിസിനസ്സിനൊക്കെയാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? പ്രൈമറി റേറ്റ് ഇന്റർഫേസ് ഇത് ഹയർ സ്പീഡ് ആണ്, അതുപോലെ തന്നെ ബിസിനസ്സിനൊക്കെയാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ ഡയലപ്പ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇത് ഫാസ്റ്റർ ആണ് എന്നുള്ളത്. സോ ഡയലപ്പിനെക്കാളും ഇത് ഫാസ്റ്റർ ആണ്. വോയിസും വീഡിയോയും ഡേറ്റേനെയും ഒക്കെ ഒരേ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ISDN സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ്, ഇത് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്നത്തെ ബ്രോഡ്ബാൻഡ് ടെക്നോളജീസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് വളരെ സ്ലോവർ ആണ്. ഓക്കെ, ഇന്നത്തെ കാലത്ത് ഒരുപാട് ബ്രോഡ്ബാൻഡ് ടെക്നോളജീസ് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് മച്ച് സ്ലോവർ ആണ് നമുക്ക് പറയാം.
ഇത് റെയർ ആയിട്ട് മാത്രമേ ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഹിസ്റ്റോറിക്കലി നമ്മളിപ്പോൾ ഒരു ഇന്റർനെറ്റ് ടെക്നോളജീന്റെ എവല്യൂഷൻ എടുക്കുന്ന സമയത്ത് ഇത് ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് പറയാം. ഓക്കെ, സോ ISDN ഇന്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ഓക്കെ, ഇതൊരു ഡിജിറ്റൽ അപ്ഗ്രേഡ് ഓഫ് ഡയലപ്പ് ആണ് നമുക്ക് പറയാം. നെക്സ്റ്റ്, കേബിൾ ഇന്റർനെറ്റ്. കേബിൾ ഇന്റർനെറ്റ് ഒരേ കോആക്സിയൽ കേബിൾ തന്നെ. ഓക്കെ, കേബിൾ ഇന്റർനെറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സെയിം കോആക്സിയൽ കേബിൾസ് തന്നെ യൂസ് ചെയ്തിട്ട്, അതായത് ഒരു കേബിൾ TV ഡെലിവറി ചെയ്യുന്ന സെയിം കോആക്സിയൽ കേബിൾ തന്നെയാണ് കേബിൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ കേബിൾ ഇന്റർനെറ്റ് യൂസസ് ദ സെയിം കോആക്സിയൽ കേബിൾ ദാറ്റ് ഡെലിവർ കേബിൾ TV. എങ്ങനെയാ ഇത് വർക്ക് ചെയ്യുന്നത്? ഈ ഇന്റർനെറ്റ് സിഗ്നൽസ് കേബിൾ TV ലൈൻസിലൂടെ കടന്നു പോകും. ഓക്കെ, ട്രാവൽ ഓവർ ദ കേബിൾ TV ലൈൻ. സോ ഇന്റർനെറ്റ് സിഗ്നൽസ് എന്ത് ചെയ്യും, കേബിൾ TV ലൈൻസിലൂടെ കടന്നു പോകും. അപ്പോൾ ഒരു കേബിൾ മോഡം യൂസറിന്റെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ റൗട്ടറുമായിട്ട്, ഓക്കെ, ഒരു കേബിൾ മോഡം യൂസറിന്റെ കമ്പ്യൂട്ടറായിട്ടോ അല്ലെങ്കിൽ ISP റൗട്ടർ ടു ദ ISP ആയിട്ടോ അല്ലെങ്കിൽ റൗട്ടറുമായിട്ടോ കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു കേബിൾ മോഡം യൂസറിന്റെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ റൗട്ടറായിട്ടോ കണക്ട് ചെയ്യും ടു ദ ISP. സ്പീഡ് എന്ന് പറയുന്നത് 10 Mbps തൊട്ടിട്ട് 1 GB/s വരെ റേഞ്ച് ചെയ്യുന്നുണ്ട്. റേഞ്ചസ് ഫ്രം 10 Mbps ടു 1 GB/s. ഇത് ഡിപ്പെൻഡിങ് ഓൺ ദ പ്ലാൻ ആൻഡ് സർവീസ് പ്രൊവൈഡർ. ഓക്കെ, ഇത് എന്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടാ, പ്ലാൻ ആൻഡ് സർവീസ് പ്രൊവൈഡർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ അല്ലേ? സോ കേബിൾ ഇന്റർനെറ്റ് സെയിം കോആക്സിയൽ കേബിൾ യൂസ് ചെയ്തിട്ടായിരിക്കും കേബിൾ TV, അതായത് കേബിൾ TV ഡെലിവർ ചെയ്യുന്ന സെയിം കോആക്സിയൽ കേബിൾ യൂസ് ചെയ്തിട്ടാണ് കേബിൾ TV കോആക്സിയൽ കേബിൾ ആണ് കേബിൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത്. ഈ ഇന്റർനെറ്റ് സിഗ്നൽസ് ട്രാവൽ ഓവർ ദ കേബിൾ TV ലൈൻസ്. ഓക്കെ, ഒരു കേബിൾ മോഡം എന്ത് ചെയ്യുന്നുണ്ട്, യൂസറിന്റെ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ റൗട്ടറായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമ്മൾ ISDN വെച്ചൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ നല്ല സ്പീഡ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഹൈ സ്പീഡാണ്. അതുപോലെ തന്നെ ഈ ഏർബൻ ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഉണ്ടാവും. സോ ഈ ഏർബൻ ഏരിയാസിലൊക്കെ വൈഡ്ലി അവൈലബിൾ ആണ്. ഓക്കെ, ഏർബൻ ഏരിയാസിലൊക്കെ വൈഡ്ലി അവൈലബിൾ ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഷെയർഡ് എമംഗ് യൂസേഴ്സ് ഇൻ ദ സെയിം ഏരിയ. ബാൻഡ് വിഡ്ത്ത് ഇസ് ഷെയർഡ് എമംഗ് യൂസേഴ്സ് ഇൻ ദ സെയിം ഏരിയ. സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പീക്ക് ഹാർസിൽ സമയത്ത് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. സ്പീഡ് മേ ഡ്രോപ്പ് ഡ്യൂറിങ് പീക്ക് ഹാർസ്. ബാൻഡ് വിഡ്ത്ത് ഇസ് ഷെയർഡ് എമംഗ് യൂസേഴ്സ് ഇൻ ദ സെയിം ഏരിയ. സ്പീഡ് മേ ഡ്രോപ്പ് ഡ്യൂറിങ് പീക്ക് ഹാർസ്. Examples: provided in India, Hathway, ACT, Spectra. Provided in India, Hathway, ACT, Spectra. So advantages: high speed, ഇത് widely available in urban areas. Bandwidth എന്ന് പറയുന്നത് ഷെയർ ചെയ്യുന്നത് among users in the same area. Same speed may drop during peak hours. For example, ഇത് providers in India, Hathwayയും അതുപോലെ തന്നെ ACT, Spectra ഒക്കെയാണ്. Next is DSL, that is digital subscriber line. Okay, DSL, that is digital subscriber line. ഈ DSL existing telephone line യൂസ് ചെയ്യും. Okay, but work at a higher frequency range. ഈ DSL എക്സിസ്റ്റിംഗ് ടെലിഫോൺ ലൈൻ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നത് ഹയർ ഫ്രീക്വൻസി റേഞ്ചിലാണ്. അപ്പൊ ഇത് ഇന്റർനെറ്റിനെയും അതുപോലെ തന്നെ ഫോണിനെയും ഒരേ സമയത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, സോ DSL എക്സിസ്റ്റിംഗ് ടെലിഫോൺ ലൈൻ യൂസ് ചെയ്യുന്നുണ്ട്. DSL എക്സിസ്റ്റിംഗ് ടെലിഫോൺ ലൈൻ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നത് ഒരു ഹയർ ഫ്രീക്വൻസി റേഞ്ചിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്റർനെറ്റിനെയും ഫോണിനെയും ഒരേ സമയത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, ഈ DSL എന്ന് പറയുന്നത് പല ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. DSL തന്നെ പല ടൈപ്പ് ഓഫ് DSL ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് DSL എന്ന് പറയുന്നത്? ADSL, ഓക്കെ, SDSL ആൻഡ് ADSL and SDSL. ADSL എന്ന് പറയുന്നത് അസിമെട്രിക് ADSL ആണ്. ഓക്കെ,
എസിമെട്രിക് ADSL-നെയാണ് ADSL എന്ന് പറയുന്നത്. ഇത് ഡിഫറെന്റ് അപ്ലോഡും അതുപോലെ തന്നെ ഡൗൺലോഡ് സ്പീഡും, അതായത് ഈ അപ്ലോഡ് സ്പീഡും ഡിഫറെന്റ് ആയിരിക്കും. അപ്ലോഡും ഡൗൺലോഡ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഡൗൺലോഡ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും, ബട്ട് അപ്ലോഡ് ചെയ്യുന്നത് സ്ലോവർ ആയിരിക്കും. സോ ഡിഫറെന്റ് അപ്ലോഡ് ആൻഡ് ഡൗൺലോഡ് സ്പീഡ്, ഈ അപ്ലോഡ് ചെയ്യുന്ന സ്പീഡും ഡൗൺലോഡ് ചെയ്യുന്ന സ്പീഡും ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഡൗൺലോഡ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് SDSL, ഇത് സിമെട്രിക് DSL ആണ്. ഓക്കെ, SDSL എന്ന് പറയുന്നത് സിമെട്രിക് DSL ആണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അപ്ലോഡ് ചെയ്യുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും സ്പീഡ് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. അതായത് ADSL-ഉം SDSL-ഉം, ADSL എന്ന് പറയുന്നത് എസിമെട്രിക് DSL, SDSL എന്ന് പറയുന്നത് സിമെട്രിക് DSL. ADSL-ന്റെ അകത്ത് അത് അപ്ലോഡ് ചെയ്യുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതായിട്ടുള്ള സ്പീഡ് ഡിഫറെന്റ് ആണ്. അതായത് ഡൗൺലോഡ് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. SDSL എന്ന് പറയുന്നത് സിമെട്രിക് DSL ആണ്. അതായത് ഇത് ഒരേ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഡൗൺലോഡ് ചെയ്യുന്ന സ്പീഡും സെയിം തന്നെയാണ്. സ്പീഡ് ADSL-ന് അപ് ടു 24 Mbps വരെ പോവാനായിട്ട് പറ്റുന്നുണ്ട്. ADSL-ന് അപ് ടു 24 Mbps വരെ പോവാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഈ ടെലിഫോണ് അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഒക്കെ ഒരേ സമയത്ത്, ടെലിഫോണും ഇന്റർനെറ്റും ഇവിടെ ഒരേ സമയത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്, റൈറ്റ്? അതുപോലെ തന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റേബിൾ കണക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ്. ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് ആണ്. അതായത് ഫർദർ യു ആർ ഫ്രം ദ ടെലിഫോൺ എക്സ്ചേഞ്ച് ലോവർ ദ സ്പീഡ്. നമ്മൾ ആ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ അന്നും വളരെ ദൂരം കൂടുന്നതിനനുസരിച്ചിട്ട് സ്പീഡും എന്താവും? സ്ലോവർ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ അഡ്വാൻറ്റേജ്, ടെലിഫോണും ഇന്റർനെറ്റും നമുക്ക് ഒരേ സമയത്ത് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ്. ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് ആണ്. അതായത് നമ്മൾ ഈ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ അകത്തുനിന്ന് ദൂരത്തിൽ കൂടുന്നതിനനുസരിച്ചിട്ട് സ്പീഡും അതേപോലെ തന്നെ കുറയുന്നുണ്ട്. നെക്സ്റ്റ് ലീസ്ഡ് ലൈൻ. ലീസ്ഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു ഡെഡിക്കേറ്റഡ് പ്രൈവറ്റ് ലൈൻ ആണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമറിനെ ISP ആയിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ലീസ്ഡ് ലൈൻ. ലീസ്ഡ് ലൈൻ എന്ന് പറയുന്നത് എന്താ? അതൊരു ഡെഡിക്കേറ്റഡ് പ്രൈവറ്റ് ലൈൻ ആണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ കസ്റ്റമറിനെ ISP ആയിട്ട് കണക്ട് ചെയ്യുന്നു. സോ ലീസ്ഡ് ലൈൻ ഇസ് എ ഡെഡിക്കേറ്റഡ് പ്രൈവറ്റ് ലൈൻ. ഇത് ഡയറക്ട്ലി കസ്റ്റമർ ടു ദ ISP ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതൊരു നോർമൽ ബ്രോഡ്ബാൻഡ് പോലെയല്ല. ഓക്കെ, ഇതൊരു നോർമൽ ബ്രോഡ്ബാൻഡ് പോലെയല്ല. ഇത് ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. നോട്ട് ഷെയർഡ് വിത്ത് അതേഴ്സ്. ഓക്കെ, ഇതൊരു നോർമൽ ബ്രോഡ്ബാൻഡ് പോലെയല്ല. ഇതൊരിക്കലും മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യുന്നില്ല? മറ്റുള്ള യൂസേഴ്സുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. അതായത് മറ്റുള്ള യൂസേഴ്സിന് ഇതൊരിക്കലും ഷെയർ ചെയ്ത് കൊടുക്കുന്നില്ല. ഇത് ഗ്യാരണ്ടീഡ് ഫിക്സ്ഡ് ബാൻഡ് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു ഫിക്സ്ഡ് ബാൻഡ് വിഡ്ത്ത് എപ്പോഴും ഇത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് റേഞ്ചസ് ഫ്രം 64 kbps ടു സെവറൽ ഗിഗാബൈറ്റ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, റേഞ്ചസ് ഫ്രം 64 കിലോബൈറ്റ് പെർ സെക്കൻഡ് ടു സെവറൽ ഗിഗാബൈറ്റ് പെർ സെക്കൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ agreement. Okay അല്ലേ? നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇത് ഹൈ സ്പീഡ്, ഗ്യാരണ്ടീഡ് ഹൈ സ്പീഡ് ഇവിടെ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. റിലയബിളും ആണ്. അതുപോലെ തന്നെ സെക്യൂർ ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട്. ഗ്യാരണ്ടീഡ് ഹൈ സ്പീഡ്, റിലയബിൾ ആൻഡ് സെക്യൂർ കണക്ഷൻ. ഇത് ബെസ്റ്റ് ഫോർ ഈ ഓർഗനൈസേഷൻസ്, ബാങ്ക്സ്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ. അതായത് ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇന്റർനെറ്റ് ആവശ്യമായിട്ട് വരുന്ന ഓർഗനൈസേഷൻസിലും ബാങ്കുകളിലും ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെയാണ് ഇത് കൂടുതലും നല്ലതായിട്ട് വരുന്നത്, ബെസ്റ്റ് ആവുന്നത്. ഓക്കെ, സോ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഹൈ സ്പീഡ്, അതായത് എപ്പോഴും ഹൈ സ്പീഡ്, എന്തായാലും നമുക്ക് എന്ത് വന്നു കഴിഞ്ഞാലും ഹൈ സ്പീഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് റിലയബിളും ആണ്. അതുപോലെ തന്നെ സെക്യൂർ ആയിട്ടുള്ള കണക്ഷൻസും ഉണ്ട്. ബെസ്റ്റ് ഫോർ ഓർഗനൈസേഷൻസ്, ബാങ്ക്സ് ആൻഡ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് നീഡ് കോൺസ്റ്റന്റ് ഇന്റർനെറ്റ്. ഓക്കെ, സോ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാ വരുന്നത്?
നമ്മളിപ്പോ വീട്ടിലൊക്കെ വെക്കുന്ന വീട്ടിലൊക്കെയുള്ള ബ്രോഡ്ബാൻഡ് ഉണ്ടാവില്ലേ, അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ എക്സ്പെൻസീവ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു കോർപ്പറേറ്റ് ഓഫീസ് ലീസ്ഡ് ലൈന് അൺഇന്ററപ്റ്റഡ് സർവീസ് ആയിട്ടുള്ള വീഡിയോ കോൺഫറൻസിനും ബാങ്കിങ് ട്രാൻസാക്ഷനും ഹോസ്റ്റിംഗ് സർവീസസിനൊക്കെ യൂസ് ചെയ്യുന്നത്. Okay, so corporate office leased line for uninterrupted services like video conferences, banking transaction and hosting services. Next is FTTH, that is fiber to the home. Okay, FTTH എന്ന് പറയുന്നത് എന്താ, fiber to the home ആണ്. അപ്പൊ ഈ ഒരു FTTH എന്ത് ഡെലിവർ ചെയ്യുന്നുണ്ട്, ഇന്റർനെറ്റിന് ഫൈബർ ഓപ്റ്റിക് കേബിളിലൂടെ ഡയറക്ട്ലി വീടുകളിലോ അല്ലെങ്കിൽ ഓഫീസസിലേക്കോ ഡെലിവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ FTTH ഡെലിവർ ഇന്റർനെറ്റ് ത്രൂ ഫൈബർ ഓപ്റ്റിക് കേബിൾസ് ഡയറക്ട്ലി ടു ഹോംസ് ഓർ ഓഫീസസ്. എങ്ങനെയാണ് ഇതൊരു വർക്ക് ചെയ്യുന്നത്? ഇവിടെ ഡേറ്റ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു ലൈറ്റ് സിഗ്നൽ ആയിട്ടായിരിക്കും. ഓക്കെ, അതായത് ഫൈബർ കേബിളിന്റെ അകത്ത് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ലൈറ്റ് സിഗ്നൽസ് ആയിട്ടാണ്. ഇത് എക്സ്ട്രീംലി ഹൈ സ്പീഡും റിലയബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇത് എക്സ്ട്രീംലി ഹൈ സ്പീഡും റിലയബിലിറ്റിയും അനുവദിക്കുന്നുണ്ട്. ഓക്കെ, സോ ദിസ് അലൗ ഫോർ എക്സ്ട്രീംലി ഹൈ സ്പീഡ് ആൻഡ് റിലയബിലിറ്റി. സ്പീഡ് ഫ്രം 100 Mbps തൊട്ടിട്ട് 1 GB/s പുറമെ. ഓക്കെ, ഫ്യൂച്ചർ അപ്ഗ്രേഡ്സ് പോസിബിൾ ആണ്. സോ FTTH ഇന്റർനെറ്റിന് ഫൈബർ ഓപ്റ്റിക് കേബിളിലൂടെ ഡയറക്റ്റ് ആയിട്ട് വീടുകളിലും ഓഫീസുകളിലും ഡെലിവറി ചെയ്യുന്നുണ്ട്. ഡേറ്റ എന്ന് പറയുന്നത് ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു ലൈറ്റ് സിഗ്നൽ ആയിട്ടായിരിക്കും ഫൈബർ കേബിളിന്റെ അകത്ത്. ഓക്കെ, ഇത് എക്സ്ട്രീംലി ഹൈ സ്പീഡും റിലയബിലിറ്റിയും അനുവദിക്കുന്നുണ്ട്. സോ ഫ്രം 100 Mbps തൊട്ടിട്ട് 1 GB/s ആൻഡ് ബിയോണ്ട് ഫ്യൂച്ചർ അപ്ഗ്രേഡ് പോസിബിൾ ആണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ്, വളരെ ഹൈ സ്പീഡും അതുപോലെ തന്നെ റീലയബിളും ആണ്. ഓക്കെ, വെരി ഹൈ സ്പീഡും ആണ് അതുപോലെ തന്നെ റീലയബിളും ആണ്. നെക്സ്റ്റ് ഫ്യൂച്ചർ പ്രൂഫ് ടെക്നോളജി, ഫ്യൂച്ചർ പ്രൂഫ് ടെക്നോളജി. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ്, ഹയർ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്. ഓക്കെ, ഹയർ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് വളരെ ഹൈ സ്പീഡും ആണ് അതുപോലെ തന്നെ റീലയബിളും ആണ്. നെക്സ്റ്റ് ഫ്യൂച്ചർ പ്രൂഫ് ടെക്നോളജിയും ഉണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഈ ഒരു അവൈലബിലിറ്റി മോസ്റ്റ്ലി ലിമിറ്റഡ് ആയിരിക്കും. ഇപ്പൊ ഈ ഏർബനില് അതുപോലെ തന്നെ സെമി ഏർബൻ ഏരിയാസ് ഒക്കെ ഉണ്ടാവില്ലേ, അവിടെ ഇതിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, സോ ഇന്ത്യന്റെ അകത്ത് ജിയോ ഫൈബർ, എയർടെൽ എക്സ്ട്രീം, അതുപോലെ തന്നെ BSNL ഭാരത് ഫൈബേഴ്സ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ നമ്മള് വയേർഡ് ഇതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, റൈറ്റ്? വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വയേർഡ് ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്നത് മച്ച് ഫാസ്റ്റർ ആണ്. അതായത് ഇപ്പോൾ ഈ ഡയലപ്പ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ഫാസ്റ്റർ ആണ്, സ്റ്റേബിൾ ആണ്, അതുപോലെ തന്നെ കൂടുതൽ റീലയബിളും ആണ്. അപ്പൊ ഇത് നമ്മള് ഇന്റർനെറ്റിന് ടെലിഫോൺ ലൈന് ബ്ലോക്ക് ചെയ്യാതെ തന്നെ, ബ്ലോക്കിംഗ് ടെലിഫോൺ ലൈൻ വിത്തൗട്ട്, അതായത് ഈ ടെലിഫോൺ ലൈന് ബ്ലോക്ക് ചെയ്യാതെ തന്നെ ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് മച്ച് ഹയർ സ്പീഡും. ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വയേർഡ് ബ്രോഡ്ബാൻഡ് ടെക്നോളജീസ് ഉണ്ട്. എന്തൊക്കെയാണ്? ISDN, കേബിൾ ഇന്റർനെറ്റ്, DSL, ലീസ്ഡ് ലൈൻ, FTTH. ഓക്കെ, ISDN, that is Integrated Services Digital Network ആണ്. ISDN എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ അപ്ഗ്രേഡ്, ഡയലപ്പിന്റെ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷൻ ആണ്. ഇത് വോയിസിനെയും അതേപോലെ തന്നെ ഡേറ്റേനെയും സെയിം ടെലിഫോൺ ലൈനിലൂടെ ഒരേ സമയത്ത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ബേസിക് റേറ്റ് ഇന്റർഫേസ് BRI അപ് ടു 128 kbps പ്രൈമറി റേറ്റ് ഇന്റർഫേസ് അഥവാ PRI മച്ച് ഹയർ സ്പീഡ് ആണ്. ഇത് ബിസിനസ്സിനൊക്കെയാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡയലപ്പ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ഫാസ്റ്റർ ആണ്. വോയിസ്, വീഡിയോയും ഡേറ്റേനെയും ഒരേ സമയത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ്, എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ ബ്രോഡ്ബാൻഡ് ടെക്നോളജീസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് മച്ച് സ്ലോവറും ആണ്. സ്റ്റാറ്റസ്, ഇത് റെയർ ആയിട്ട് മാത്രമേ ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേങ്കിൽ ഹിസ്റ്റോറിക്കലി ഇതിന്റെ ഈ ഒരു ഇന്റർനെറ്റ് ടെക്നോളജീന്റെ എവല്യൂഷൻ ഒക്കെ നോക്കുന്ന സമയത്ത് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ദ സെക്കൻഡ് ഇസ് കേബിൾ ഇന്റർനെറ്റ്.
കേബിൾ ഇന്റർനെറ്റ് ഒരേ കോആക്സിയൽ കേബിൾ തന്നെ, അതായത് കേബിൾ ടി വി ഡെലിവർ ചെയ്യുന്ന സെയിം കോആക്സിയൽ കേബിൾ തന്നെ ആയിരിക്കും കേബിൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് സിഗ്നൽസ് കേബിൾ ടി വി ലൈനിലൂടെ ട്രാവൽ ചെയ്യും. ഓക്കെ, ഇന്റർനെറ്റ് സിഗ്നൽസ് കേബിൾ ടി വി ലൈനിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കേബിൾ മോഡം യൂസറിന്റെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ റൗട്ടറോ ആയിട്ടോ യൂസറിന്റെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ റൗട്ടറിന് ISP ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കേബിൾ മോഡം എന്ത് ചെയ്യുന്നുണ്ട്, യൂസറിന്റെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ റൗട്ടറിന് ISP ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് റേഞ്ച് ഫ്രം 10 Mbps തൊട്ടിട്ട് 1 GB/s വരെയാണ്. അതായത് ഡിപ്പെൻഡിങ് ഓൺ ദ പ്ലാൻ ആൻഡ് സർവീസ് പ്രൊവൈഡർ. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഹൈ സ്പീഡ്, ഇത് കൂടുതലായിട്ടും അവൈലബിൾ ആവുന്നത് ഏർബൻ ഏരിയാസിലാണ്. ഓക്കെ, ഹൈ സ്പീഡ് ഇത് കൂടുതലായിട്ടും അവൈലബിൾ ആവുന്നത് ഏർബൻ ഏരിയാസിലാണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഷെയർ ചെയ്യുന്നത് യൂസേഴ്സ് ഒരേ ഏരിയയിൽ തന്നെയുള്ള യൂസേഴ്സിലാണ്. സ്പീഡ് മേ ഡ്രോപ്പ് ഡ്യൂറിംഗ് പീക്ക് ഹവേഴ്സ്. ഫോർ എക്സാമ്പിൾ പ്രൊവൈഡേഴ്സ് ഇൻ ഇന്ത്യ, ഹാത്വേ, ACT, സ്പെക്ട്ര. നെക്സ്റ്റ് DSL, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈന്. ഈ ഒരു DSL എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റിംഗ് ടെലിഫോൺ ലൈന്, അതായത് എക്സിസ്റ്റിംഗ് ടെലിഫോൺ ലൈൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, DSL എക്സിസ്റ്റിംഗ് ടെലിഫോൺ ലൈൻ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നത് ഹയർ ഫ്രീക്വൻസി റേഞ്ചിലാണ്. ഇത് ഇന്റർനെറ്റിനെയും അതുപോലെ തന്നെ ഫോണിനെയും ഒരേ സമയത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് DSL ഉണ്ട്. എന്തൊക്കെയാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് DSL എന്ന് പറയുന്നത്? ADSL-ഉം SDSL-ഉം. ADSL എന്ന് പറയുന്നത് asymmetric DSL, അതായത് ഇതിന്റെ അപ്ലോഡ് ചെയ്യുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും ആയിട്ടുള്ള സ്പീഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഇത് വളരെ ഫാസ്റ്റർ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് SDSL, ഇതൊരു സിമെട്രിക് DSL ആണ്. ഇത് ഒരേ സമയത്ത് തന്നെ ഒരേ സ്പീഡിൽ തന്നെ, അതായത് അപ്ലോഡ് ചെയ്യുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതായിട്ടുള്ള സ്പീഡ് എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, സ്പീഡ് ADSL-ന് അപ് ടു 24 Mbps വരെ പോവാനായിട്ട് പറ്റുന്നുണ്ട്. അഡ്വാൻറ്റേജസ്, ടെലിഫോണും അതേപോലെ തന്നെ ഇന്റർനെറ്റും ഒരേ സമയത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് ആണ്. അതായത് further you are from the telephone exchange. നമ്മളിപ്പോൾ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചിന്ന് അതായത് നമ്മളിപ്പോൾ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചിന്ന് ദൂരം കൂടുന്നതിനനുസരിച്ചിട്ട് അതിന്റെ സ്പീഡും എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ലീസ്ഡ് ലൈൻ, ഒരു ലീസ്ഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു ഡെഡിക്കേറ്റഡ് പ്രൈവറ്റ് ലൈൻ ആണ്. അത് ഡയറക്ട്ലി കസ്റ്റമറിന് ISP ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, വർക്കിംഗ് എന്ന് പറയുന്നത് ഇതൊരിക്കലും നോർമൽ ആയിട്ടുള്ള ഒരു ബ്രോഡ്ബാൻഡ് പോലെയല്ല. ഇതൊരിക്കലും മറ്റുള്ള യൂസേഴ്സുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. ഗ്യാരണ്ടീഡ് ഫിക്സ്ഡ് ബാൻഡ് വിഡ്ത്ത് എല്ലായ്പ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് റേഞ്ചസ് ഫ്രം 64 kbps to several GB/s depending on the agreement. Okay, അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഹൈ സ്പീഡ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റിലയബിളും സെക്യൂറും ആയിട്ടുള്ള കണക്ഷൻ ആണ്. ഈ ഓർഗനൈസേഷൻസില്, ബാങ്കുകളില്, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസില് അവിടെയൊക്കെ എന്താ, ഇത് ബെസ്റ്റ് ആണ്. ദാറ്റ് നീഡ് കോൺസ്റ്റന്റ് ഇന്റർനെറ്റ്, അതായത് കോൺസ്റ്റന്റ് ഇന്റർനെറ്റ് ആവശ്യമായിട്ട് വരുന്ന ഓർഗനൈസേഷൻസിലും ബാങ്കുകളിലും ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഇത് ബെസ്റ്റ് ആണ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ്, ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. അതായത് നമ്മളിപ്പോൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന ബ്രോഡ്ബാൻഡ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ എക്സ്പെൻസീവ് ആണ്. ഫോർ എക്സാമ്പിൾ, ഈ കോർപ്പറേറ്റ് ഓഫീസ് ലീസ്ഡ് ലൈൻസ് അൺഇന്ററപ്റ്റഡ് സർവീസസ് ആയിട്ടുള്ള വീഡിയോ കോൺഫറൻസസിനും അതുപോലെ തന്നെ ബാങ്കിങ് ട്രാൻസാക്ഷൻസിനും ഹോസ്റ്റിംഗ് സർവീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. Next is FTTH, that is fiber to the home. ഈ FTTH ഇന്റർനെറ്റിന് ഫൈബർ ഓപ്റ്റിക് കേബിളിലൂടെ ഡയറക്ട്ലി വീടുകളിലോ അല്ലെങ്കിൽ ഓഫീസുകളിലോ ഡെലിവറി ചെയ്യുന്നുണ്ട്.
ഓക്കെ. അപ്പൊ ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ലൈറ്റ് സിഗ്നൽസ് ആയിട്ടായിരിക്കും. അതായത് ഫൈബർ കേബിളിന്റെ അകത്ത് ലൈറ്റ് സിഗ്നൽസ് ആയിട്ടായിരിക്കും ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇത് എക്സ്ട്രീംലി ഹൈ സ്പീഡും റീലിയബിൾ ആയിട്ട് ഇത് എന്തിനു അനുവദിക്കുന്നുണ്ട്? എക്സ്ട്രീംലി ഹൈ സ്പീഡും റീലിയബിലിറ്റിയും അനുവദിക്കുന്നുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് 100 Mbps തൊട്ടിട്ട് 1 GB/s. ഓക്കെ, GB/s ആൻഡ് ബിയോണ്ട് ആയിരിക്കും ഫ്യൂച്ചർ അപ്ഗ്രേഡ് പോസിബിൾ. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് വളരെ ഹൈ സ്പീഡും റീലിയബിളും ആണ്. ഫ്യൂച്ചർ പ്രൂഫ് ടെക്നോളജി. ഡിസഡ്വാൻറ്റേജസ് ഹയർ നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. അവൈലബിലിറ്റി മോസ്റ്റ്ലി ലിമിറ്റഡ് ആയിരിക്കും, അതായത് ഈ urban ആൻഡ് സെമി urban ഏരിയാസിൽ. ഓക്കെ, എക്സാമ്പിൾ ഇൻ ഇന്ത്യ ജിയോ ഫൈബർ, എയർടെൽ എക്സ്ട്രീം, BSNL, ഭാരത് ഫൈബർ. നെക്സ്റ്റ് വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി. ഇതൊരിക്കലും വയേർഡ് ബ്രോഡ്ബാൻഡ് പോലെയല്ല. അതായത് ഇവിടെ കേബിള് യൂസേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അതായത് ഇവിടെ where cable connect the user to the internet. അതായത് നമ്മൾ എങ്ങനെയാണോ ഒരു കേബിള് യൂസറിനെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അതായത് ഈ വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി പോലെയല്ല. ഓക്കെ, ഈ വയർലെസ് ബ്രോഡ്ബാൻഡ് എന്ത് ചെയ്യുന്നത് റേഡിയോ വേവ്സും മൈക്രോവേവ്സും സാറ്റലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വയർലെസ് ബ്രോഡ്ബാൻഡ് റേഡിയോ വേവ്സും മൈക്രോവേവ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മൊബിലിറ്റിയും അതേപോലെ തന്നെ കവറേജും ആണ്. ഓക്കെ, അതായത് നമുക്ക് ഒരിക്കലും ഒരു ഫിസിക്കൽ കണക്ഷൻ വെച്ചിട്ട് അതിനെ ടൈ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇവിടെ നമുക്ക് 3 മെയിൻ ടൈപ്സ് ഉള്ളത്. ദാറ്റ് ഈസ് മൊബൈൽ ബ്രോഡ്ബാൻഡ്, വൈമാക്സ്, സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ്. ഓക്കെ, ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 3 മെയിൻ ടൈപ്സ് ഉള്ളത്. ദാറ്റ് ഈസ് മൊബൈൽ ബ്രോഡ്ബാൻഡ്, വൈമാക്സ്, സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ്. സോ ഇതൊരിക്കലും വയേർഡ് ബ്രോഡ്ബാൻഡ് പോലെയല്ല. ഈ വയർലെസ് ബ്രോഡ്ബാൻഡ് റേഡിയോ വേവ്സും മൈക്രോവേവ്സും സാറ്റലൈറ്റും ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ അതേപോലെ തന്നെ മൊബിലിറ്റിയും കവറേജും തരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഫിസിക്കൽ കണക്ഷൻ വെച്ചിട്ട് ഇതിനെ ടൈ ഡൗൺ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. 3 മെയിൻ ടൈപ്സ് എന്തൊക്കെയാണ്? മൊബൈൽ ബ്രോഡ്ബാൻഡ്, വൈമാക്സ്, സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ്. സോ ഫസ്റ്റ് ഇസ് മൊബൈൽ ബ്രോഡ്ബാൻഡ്. ഒരു മൊബൈൽ ബ്രോഡ്ബാൻഡ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഇന്റർനെറ്റ് ആക്സസ് ത്രൂ സെല്ലുലാർ നെറ്റ്വർക്ക്. അതായത് നമ്മളിപ്പോൾ ഫോണൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും, റൈറ്റ്? അപ്പൊ നമ്മൾ ഇന്റർനെറ്റ് ഈ ഫോണിൽ എങ്ങനെയാണ് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത്? അതാണ് ഈ മൊബൈൽ ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മൊബൈൽ ബ്രോഡ്ബാൻഡ് എന്ന് പറയുന്നത് ഇന്റർനെറ്റിനെ സെല്ലുലാർ നെറ്റ്വർക്ക് വഴി ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, സോ മൊബൈൽ ബ്രോഡ്ബാൻഡ് പ്രൊവൈഡ്സ് ഇന്റർനെറ്റ് ആക്സസ് ത്രൂ സെല്ലുലാർ നെറ്റ്വർക്ക്. ഇപ്പൊ പണ്ട് കാലത്തൊക്കെ 2G 3G ഒക്കെ ആയിരുന്നു. അപ്പൊ ഇന്ന് ഈ ഒരു നിമിഷം വരെ എന്തായിട്ടുണ്ട്? 2G മാറി 3G ആയി, പിന്നെ 4G ആയി, ദെൻ നൗ ഇപ്പൊ 5Gയിലെത്തി നിൽക്കുന്നുണ്ട്. സോ ഇത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഒരു സിം കാർഡ് നമ്മൾ മൊബൈൽ ഡിവൈസിലോ അല്ലെങ്കിൽ ടേബ്ലറ്റിലോ അല്ലെങ്കിൽ USB ഡോങ്കിളിലോ ഇതിൽ ഏതെങ്കിലും ഒരു ഡിവൈസിനകത്ത് നമ്മളൊരു സിം കാർഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഡിവൈസ് എന്ത് ചെയ്യുന്നുണ്ട്? അതിന് വയർലെസ് ആയിട്ട് തന്നെ നിയറസ്റ്റ് സെല്ലുലാർ ടവർ ഓഫ് ദി ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഓക്കെ, ഏറ്റവും അടുത്തുള്ള ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അഥവാ ISPന്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സെല്ലുലാർ ടവർ എന്ത് ചെയ്യും? ആയിട്ട് വയർലെസ്ലി അത് കണക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഡേറ്റ സെല്ലുലാർ റേഡിയോ ഫ്രീക്വൻസീസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അതായത് ഈ മൊബൈൽ ബ്രോഡ്ബാൻഡിന്റെ അകത്ത് മൊബൈൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ആക്സസ് ത്രൂ സെല്ലുലാർ നെറ്റ്വർക്ക് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്ന? ഒരു സിം കാർഡ് നമ്മൾ ഒരു മൊബൈൽ ഡിവൈസിലോ ടാബ്ലറ്റിലോ അല്ലെങ്കിൽ USB ഡോങ്കിളിലോ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. ദെൻ ഈ ഒരു ഡിവൈസ് വയർലെസ് ആയിട്ട് തന്നെ ഏറ്റവും അടുത്തുള്ള ഈ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന്റെ നിയറസ്റ്റ് സെല്ലുലാർ ടവർ ഉണ്ടാവും. ഏറ്റവും അടുത്തുള്ള സെല്ലുലാർ ടവറിന് വയർലെസ് ആയിട്ട് തന്നെ അതിനെ കണക്ട് ചെയ്യും, ആ ഒരു ഡിവൈസ് കണക്ട് ചെയ്യും. ദെൻ ഡേറ്റ എന്ത് ചെയ്യും? സെല്ലുലാർ റേഡിയോ ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇപ്പൊ 3G ആണെന്നുണ്ടെങ്കിൽ അപ് ടു 2 Mbps വരെ ആയിരിക്കും അതിന്റെ സ്പീഡ് ഉണ്ടാവുക. 4G ആണെങ്കിലോ 4G LTE ആണെന്നുണ്ടെങ്കിൽ 20 തൊട്ടിട്ട് 100 Mbps വരെ കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 5G എന്ന് പറയുന്നത് അപ് ടു 10 GB/s ഇൻ തിയറി. ഓക്കെ,
നെക്സ്റ്റ് അഡ്വാൻറ്റേജസ്. ഇത് പോർട്ടബിൾ ആണ്, അതായത് ഇന്റർനെറ്റിനെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും, അതായത് ആ കവറേജിന്റെ ഉള്ളിലുള്ള എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് പോർട്ടബിൾ ആണ്. സോ എവിടെ നിന്ന് വേണമെങ്കിലും ആ ഒരു കവറേജിന്റെ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ ഫിസിക്കൽ വയറിംഗ് ഒന്നും തന്നെ ആവശ്യമായിട്ട് വരുന്നില്ല. ഓക്കെ, ഫിസിക്കൽ വയറിംഗ് ഒന്നും തന്നെ ഇവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. ഈ ഒരു സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. ജസ്റ്റ് ഒരു സിം കാർഡോ അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ടോ യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. ജസ്റ്റ് ഒരു സിം കാർഡോ അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ടോ മാത്രമേ ആവശ്യമുള്ളൂ. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ്. സ്പീഡും അതുപോലെ തന്നെ ക്വാളിറ്റിയും ഡിപ്പെൻഡ് ചെയ്യുന്നത് നെറ്റ്വർക്ക് കവറേജിനെയാണ്. ഓക്കെ, സ്പീഡ് ആണെന്നുണ്ടെങ്കിലും ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നത് നെറ്റ്വർക്ക് കവറേജിനെയാണ്. ഓക്കെ, ഡേറ്റ പാക്സ് നമുക്ക് അതായത് ഡേറ്റ പാക്സ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. നമ്മളിപ്പോൾ ഒരു വയേർഡ് ബ്രോഡ്ബാൻഡ് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഡേറ്റ പാക്സ് ഒക്കെ എന്താ വളരെ എക്സ്പെൻസീവ് ആണ്. റൈറ്റ്. സോ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പോർട്ടബിൾ ആണ്, അതായത് ഇന്റർനെറ്റിനെ നമുക്ക് ആ ഒരു കവറേജിന്റെ ഉള്ളിൽ തന്നെ എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഫിസിക്കൽ വയറിംഗ് ഒന്നും തന്നെ ആവശ്യമായിട്ട് വരുന്നില്ല. ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. ജസ്റ്റ് ഒരു സിം കാർഡോ അല്ലെങ്കിൽ ഒരു ഹോട്ട്സ്പോട്ടോ മാത്രമേ വേണ്ടുള്ളൂ. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പീഡും ക്വാളിറ്റിയും ഡിപ്പെൻഡ് ചെയ്യുന്നത് നെറ്റ്വർക്ക് കവറേജിനെയാണ്. ഓക്കെ, ഡേറ്റ പാക്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു വയേർഡ് ബ്രോഡ്ബാൻഡ് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് വളരെ എക്സ്പെൻസീവ് ആണ്. Next is WiMAX, that is Worldwide Interoperability for Microwave Access. Okay, WiMAX. What is WiMAX? Full form എന്താ? Worldwide Interoperability for Microwave Access. Okay. സോ വൈമാക്സ് എന്ന് പറയുന്നത് ഒരു വയർലെസ് ബ്രോഡ്ബാൻഡ് സ്റ്റാൻഡേർഡ് ആണ്. ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഒരു ലോങ് ഡിസ്റ്റൻസിൽ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വൈമാക്സ് എന്താണ്? വയർലെസ് ബ്രോഡ്ബാൻഡ് സ്റ്റാൻഡേർഡ് ആണ്. ഇത് മെയിൻലി ഡിസൈൻ ചെയ്തേക്കുന്നത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഒരു ലോങ് ഡിസ്റ്റൻസിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വർക്കിംഗ്. ഇത് മൈക്രോവേവ് സിഗ്നൽസ്, അതായത് കേബിളുകൾക്ക് പകരം ഇവിടെ എന്ത് ചെയ്യും? മൈക്രോവേവ് സിഗ്നൽസ് യൂസ് ചെയ്യും. ഓക്കെ, അതായത് കേബിളുകൾക്ക് പകരം ഇവിടെ മൈക്രോവേവ് സിഗ്നൽസ് യൂസ് ചെയ്യും. ഒരു വൈമാക്സ് ബേസ് സ്റ്റേഷൻ സിഗ്നൽസിനെ യൂസേഴ്സുമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അതായത് സിഗ്നൽസിനെ എന്ത് ചെയ്യും? യൂസേഴ്സിന് ട്രാൻസ്മിറ്റ് ചെയ്യും. ആ ഒരു റേഡിയസ് അപ് ടു 50 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് റേഡിയസ് ആ ഒരു വൈമാക്സ് ബേസ് സ്റ്റേഷൻ ട്രാൻസ്മിറ്റ് സിഗ്നൽ ടു യൂസേഴ്സ്. ഈ യൂസേഴ്സ് ആ ഒരു വൈമാക്സിനെ എന്ത് ചെയ്യും? സിഗ്നൽസ് വൈമാക്സിലൂടെ കണക്ട് ചെയ്തിട്ട് റിസീവർ, അതായത് ഈ യൂസർ കണക്ട് ത്രൂ എ വൈമാക്സ് റിസീവർ ഓർ മോഡം. യൂസർ എങ്ങനെയാ അത് കണക്ട് ചെയ്യുന്നത്? വൈമാക്സ് റിസീവർ അല്ലെങ്കിൽ മോഡത്തിലൂടെ ആയിരിക്കും. സ്പീഡ് എന്ന് പറയുന്നത് 30 തൊട്ടിട്ട് 40 Mbps ഇൻ പ്രാക്ടിക്കൽ യൂസ്. ഓക്കെ, 30 തൊട്ടിട്ട് 40 Mbps ഇൻ പ്രാക്ടിക്കൽ യൂസ്. തിയറിറ്റിക്കലി സ്പീഡ് എന്ന് പറയുന്നത് 1 GB can reach 1 GB per second. ഓക്കെ, തിയറിറ്റിക്കലി സ്പീഡ് can reach 1 GB per second. ഓക്കെ അല്ലേ? സോ വൈമാക്സ് വേൾഡ് വൈഡ് ഇന്ററോപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ്. ഈ വൈമാക്സ് എന്ന് പറയുന്നത് ഒരു വയർലെസ് ബ്രോഡ്ബാൻഡ് സ്റ്റാൻഡേർഡ് ആണ്. ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഓവർ ലോങ് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് മൈക്രോവേവ് സിഗ്നൽസ്, അതായത് കേബിളുകൾക്ക് ഇൻസ്റ്റെഡ് ഓഫ് കേബിളുകൾക്ക് പകരം ഇവിടെ മൈക്രോവേവ് സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു വൈമാക്സ് ബേസ് സ്റ്റേഷൻ സിഗ്നൽസിന് യൂസേഴ്സിന് ട്രാൻസ്മിറ്റ് ചെയ്യും ആ ഒരു റേഡിയസ് ഓഫ് അപ് ടു 50 കിലോമീറ്ററിന്റെ ഉള്ളിൽ നിന്ന് തന്നെ. അപ്പൊ യൂസേഴ്സ് എന്ത് ചെയ്യും? ത്രൂ ഒരു വൈമാക്സ് റിസീവർ അല്ലെങ്കിൽ മോഡം വഴി അത് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ 30 തൊട്ടിട്ട് 40 Mbpsന്റെ ഉള്ളിൽ ഇൻ പ്രാക്ടിക്കൽ യൂസ്. തിയററ്റിക്കലി സ്പീഡ് എന്ന് പറയുന്നത് 1 GB per second റീച്ച് ചെയ്യുന്നുണ്ട്. അഡ്വാൻറ്റേജ്, ഇത് ഇന്റർനെറ്റിന് ലോങ് ഡിസ്റ്റൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൊവൈഡ് ഇന്റർനെറ്റ് ഓവർ ലോങ് ഡിസ്റ്റൻസ്. ഇത് റൂറലും അതുപോലെ തന്നെ റിമോട്ട് ഏരിയാസിലൊക്കെയാണ് യൂസ്ഫുൾ ആവുന്നത്. അതായത് ഈ വയേർഡ് ബ്രോഡ്ബാൻഡ് അവൈലബിൾ അല്ലാത്ത ഈ റൂറലും അതുപോലെ തന്നെ റിമോട്ട് ഏരിയാസിലൊക്കെയാണ് ഇത് യൂസ്ഫുൾ ആവുന്നത്. ഓക്കെ,
ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇത് നോട്ട് ആസ് വൈഡ്ലി അഡോപ്റ്റഡ് ആസ് മൊബൈൽ ബ്രോഡ്ബാൻഡ്. ഓക്കെ, നോട്ട് ആസ് വൈഡ്ലി അഡോപ്റ്റഡ് ആസ് മൊബൈൽ ബ്രോഡ്ബാൻഡ്. ഓക്കെ, നോട്ട് ആസ് വൈഡ്ലി അഡോപ്റ്റഡ് ആസ് മൊബൈൽ ബ്രോഡ്ബാൻഡ്. ഇതിന് സ്പെഷ്യൽ ബേസ് സ്റ്റേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സ്പെഷ്യൽ ബേസ് സ്റ്റേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണ്. റിക്വയേഴ്സ് സ്പെഷ്യൽ ബേസ് സ്റ്റേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. ഫോർ എക്സാമ്പിൾ, ചില കൺട്രീസിൽ, അതായത് റൂറൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ, used in some countries for rural internet connectivity through mobile broadband has largely overtaken it. Okay, ഇത് യൂസ് ചെയ്യുന്നത് ചില കൺട്രീസ്, അതായത് ഈ റൂറൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിലുള്ള ചില കൺട്രീസ് ത്രൂ മൊബൈൽ ബ്രോഡ്ബാൻഡ് ഹാസ് ലാർജ്ലി ഓവർടേക്കൺ ഇറ്റ്. നെക്സ്റ്റ്, സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ്. ഈ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിലൂടെ അതായത് satellite broadband delivers internet using communication satellites orbiting earth. earthനെ orbit ചെയ്യുന്ന communication satellites യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇന്റർനെറ്റ് ഈ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ഡെലിവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒരു സാറ്റലൈറ്റ് ഡിഷ് ഉണ്ടാവും. ഓക്കെ, ഒരു സാറ്റലൈറ്റ് ഡിഷ് ഇൻസ്റ്റാൾഡ് അറ്റ് ദ യൂസേഴ്സ് ലൊക്കേഷൻ. ഒരു യൂസറിന്റെ ലൊക്കേഷനിൽ സാറ്റലൈറ്റ് ഡിഷ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പൊ ഈ ഡിഷ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സാറ്റലൈറ്റിന് ഓർബിറ്റുമായിട്ട്. ഓക്കെ, ഡിഷ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് സാറ്റലൈറ്റ് ഇൻ ഓർബിറ്റ്. അപ്പൊ ഡേറ്റ ട്രാവൽ ചെയ്യുന്നത് ഫ്രം ദ ഡിഷിന്ന് സാറ്റലൈറ്റിലോട്ടേക്ക്, സാറ്റലൈറ്റിന് ISP ഹബിലോട്ടേക്ക്, ദെൻ ബാക്ക് ടു ദ യൂസറിലോട്ടേക്ക് തന്നെ. അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് റേഞ്ച് ചെയ്യുന്നത് 12 Mbps തൊട്ടിട്ട് 100 Mbps വരെയാണ്. ഓക്കെ, സ്പീഡ് റേഞ്ചസ് ഫ്രം 12 Mbps തൊട്ടിട്ട് 100 Mbps വരെയാണ്, ഡിപ്പെൻഡിങ് ഓൺ ദ സർവീസ് പ്രൊവൈഡർ. ഓക്കെ, സോ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇന്റർനെറ്റിന് എവിടുന്ന്, അതായത് ഈ ഭൂമിയിലുള്ള എവിടെ വേണമെങ്കിലും ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇവൻ റൂറൽ ആണെങ്കിലും ഡെസേർട്ടിലാണെങ്കിലും അല്ലെങ്കിൽ മൗണ്ടൻ ഏരിയാസിലാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഭൂമിയിലുള്ള എവിടെ വേണമെങ്കിലും ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാം. സോ ക്യാൻ പ്രൊവൈഡ് ഇന്റർനെറ്റ് എനിവെയർ ഓൺ എർത്ത്, ഈവൻ ഇൻ റൂറൽ, ഡെസേർട്ട് ഓർ മൗണ്ടൻ ഏരിയാസ്. ഇത് ഐഡിയൽ ആവുന്നത് ഈ വയേർഡ് അല്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്ക്സ് അൺഅവൈലബിൾ ആവുന്ന ലൊക്കേഷൻസ് ഉണ്ടാവില്ലേ, അവിടെയാണ് ഇത് കൂടുതലും ഐഡിയൽ ആവുന്നത്. ഈ വയേർഡും അതുപോലെ തന്നെ മൊബൈൽ നെറ്റ്വർക്ക്സും നമുക്ക് അൺഅവൈലബിൾ ആവുന്ന ലൊക്കേഷൻസിലാണ് ഇത് ഐഡിയൽ ആവുന്നത്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഹൈ ലേറ്റൻസി, അതായത് ഡിലേ വരും, ഹൈ ലേറ്റൻസി. കാരണം എന്ന് പറഞ്ഞാൽ സിഗ്നൽസ് മസ്റ്റ് ആയിട്ടും കിലോമീറ്റേഴ്സ്, അതായത് തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സിലൂടെ ട്രാവൽ ചെയ്തിട്ട് സാറ്റലൈറ്റിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം എന്ത് ചെയ്യണം, ട്രാവൽ ചെയ്യണം. അപ്പൊ അവിടെ ഡിലേ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഇവിടെ ആവശ്യമാണ്. അതായത് ഈ ഡിഷ്, മോഡം ഒക്കെ പോലെയുള്ള എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ്, സബ്സ്ക്രിപ്ഷൻ ചാർജ് ക്യാൻ ബി ഹൈ. ഈ സബ്സ്ക്രിപ്ഷൻ ചാർജ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഓക്കെ, സോ എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആവശ്യമാണ്, സബ്സ്ക്രിപ്ഷൻ ചാർജ് ഹൈ ആണ്. ഫോർ എക്സാമ്പിൾ, സ്റ്റാർലിങ്ക്, ഈ എലോൺ മസ്ക് സ്പേസ് എക്സ് ഇത് എയിം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ, പ്രൊവൈഡ് ഗ്ലോബൽ ഇന്റർനെറ്റ് ആക്സസ്. ഓക്കെ, സ്റ്റാർലിങ്ക് ബൈ എലോൺ മസ്ക് സ്പേസ് എയിം ടു പ്രൊവൈഡ് ഗ്ലോബൽ ഇന്റർനെറ്റ് ആക്സസ് യൂസിങ് ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ്സ്. സോ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു, വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇതൊരിക്കലും വയേർഡ് ബ്രോഡ്ബാൻഡ് പോലെയല്ല. ഇവിടെ കേബിൾസ് എന്ത് ചെയ്യുന്നില്ല, കേബിൾസ് ആയിരിക്കില്ല യൂസേഴ്സിനെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത്. പകരം ഇവിടെ വയർലെസ് ബ്രോഡ്ബാൻഡ് യൂസ് ചെയ്യുന്നത് റേഡിയോ വേവ്സും മൈക്രോവേവ്സോ അല്ലെങ്കിൽ സാറ്റലൈറ്റ്സോ ആയിരിക്കും. ഈ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്, ഈ ഒരു വയർലെസ് ബ്രോഡ്ബാൻഡിന്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മൊബിലിറ്റിയും കവറേജും ആണ്. അതായത് നമുക്ക് ഇവിടെ ഒരിക്കലും ഒരു ഫിസിക്കൽ കണക്ഷൻ വെച്ചിട്ട് ഈ ഒരു ഇതിനെ ടൈ ഡൗൺ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. ഇവിടെ മെയിൻലി ഈ വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി 3 ടൈപ്സ് ഉള്ളത്. ദാറ്റ് ഈസ് മൊബൈൽ ബ്രോഡ്ബാൻഡ്, വൈമാക്സ്, സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ്. മൊബൈൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ആക്സസിന് സെല്ലുലാർ നെറ്റ്വർക്കുകളിലൂടെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതായത് ഈ 2G, 3G, 4G, 5G ഒക്കെ പോലെ.
വർക്കിംഗ്. ഒരു സിം കാർഡ് എന്ന് പറയുന്നത് നമ്മളൊരു മൊബൈൽ ഡിവൈസിലോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു മൊബൈൽ ഡിവൈസിലോട്ടോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റിലോ അല്ലെങ്കിൽ USB ഡോങ്കിളിലോട്ടേക്ക് എങ്ങാണ്ട് ഒരു സിം കാർഡ് ഇൻസേർട്ട് ചെയ്യും. അപ്പൊ ഈ ഡിവൈസ് എന്ത് ചെയ്യും? ഈ ഒരു നിയറസ്റ്റ് സെല്ലുലാർ ടവർ, ആ ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സെല്ലുലാർ ടവറിന് വയർലെസ്ലി ഡിവൈസ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഡേറ്റ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സെല്ലുലാർ റേഡിയോ ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സെല്ലുലാർ റേഡിയോ ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ടാണ്. ഇതിന്റെ സ്പീഡ് 3G ആണ്. 3G ആണെന്നുണ്ടെങ്കിൽ അപ് ടു 2 Mbps, 4G ആണെന്നുണ്ടെങ്കിൽ 20 തൊട്ടിട്ട് 100 Mbps, 5G ആണെന്നുണ്ടെങ്കിൽ 10 GB/s ഇൻ ദ തിയറി. ഓക്കെ, അഡ്വാൻറ്റേജ്, ഇത് പോർട്ടബിൾ ആണ്. അതായത് ഈ ഒരു ഇന്റർനെറ്റിന് നമുക്ക് ആ ഒരു കവറേജിന്റെ ഉള്ളിൽ എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ ഫിസിക്കൽ വയറിംഗ് ഒന്നും തന്നെ ആവശ്യമായിട്ട് വരുന്നില്ല. ഓക്കെ, ഈസി ടു സെറ്റപ്പ്. ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. ജസ്റ്റ് ഒരു സിം കാർഡോ അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ടോ വേണ്ടുള്ളൂ. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു സ്പീഡും അതുപോലെ തന്നെ ക്വാളിറ്റിയും, ആ ഒരു നെറ്റ്വർക്ക് കവറേജിന്റെ സ്പീഡും ക്വാളിറ്റിയും അതായത് ഇതിന്റെ സ്പീഡും ക്വാളിറ്റിയും ഡിപ്പെൻഡ് ചെയ്യുന്നത് നെറ്റ്വർക്ക് കവറേജ് ആണ്. ഡേറ്റ പാക്സ് എന്ന് പറയുന്നത് കൂടുതൽ എക്സ്പെൻസീവ് ആണ് നമ്മളിപ്പോ ഒരു വയേർഡ് ബ്രോഡ്ബാൻഡ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. Second is WiMAX, that is Worldwide Interoperability for Microwave Access. ഈ ഒരു WiMAX എന്ന് പറയുന്നത് ഒരു വയർലെസ് ബ്രോഡ്ബാൻഡ് സ്റ്റാൻഡേർഡ് ആണ്. ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഒരു ലോങ് ഡിസ്റ്റൻസിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് എങ്ങനെയോ വർക്ക് ചെയ്യുന്നത്? ഇവിടെ മൈക്രോവേവ് സിഗ്നൽസ്, ഒരു കേബിളുകൾക്ക് പകരമായിട്ട് മൈക്രോവേവ് സിഗ്നൽസ് യൂസ് ചെയ്യും. അപ്പോൾ ഒരു WiMAX ബേസ് സ്റ്റേഷൻസ് സിഗ്നൽസ് യൂസേഴ്സിന് ട്രാൻസ്മിറ്റ് ചെയ്യും. ആ ഒരു റേഡിയസിന്റെ ഉള്ളിൽ അപ് ടു 50 കിലോമീറ്റർ റേഡിയസിന്റെ ഉള്ളിൽ വെച്ചിട്ട് ആ ഒരു യൂസറിന് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ ഈ യൂസേഴ്സ് ത്രൂ വൈമാക്സിലൂടെ റിസീവർ അല്ലെങ്കിൽ മോഡം ആയിട്ട് യൂസർ എന്ത് ചെയ്യുന്നുണ്ട്? ത്രൂ എ വൈമാക്സ് റിസീവർ അല്ലെങ്കിൽ മോഡം കണക്ട് ചെയ്യുന്നുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് 30 തൊട്ടിട്ട് 40 Mbps പ്രാക്ടിക്കൽ യൂസും തിയററ്റിക്കലി ഈ സ്പീഡ് എന്ന് പറയുന്നത് 1 GB അത്രയും റീച്ച് ചെയ്യുന്നുണ്ട്. അഡ്വാൻറ്റേജസ്, ഇന്റർനെറ്റ് ഒരു ലോങ് ഡിസ്റ്റൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് റൂറലും അതുപോലെ തന്നെ റിമോട്ട് ഏരിയാസിലൊക്കെ യൂസ്ഫുൾ ആണ്. അതായത് ഈ വയേർഡ് ബ്രോഡ്ബാൻഡ് അൺഅവൈലബിൾ ആവുന്ന റൂറൽ അല്ലെങ്കിൽ റിമോട്ട് ഏരിയാസിൽ ഇത് യൂസ്ഫുൾ ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇത് നോട്ട് ആസ് വൈഡ്ലി അഡോപ്റ്റഡ് ആസ് മൊബൈൽ ബ്രോഡ്ബാൻഡ്. ഇതിന് സ്പെഷ്യൽ ബേസ് സ്റ്റേഷൻസ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആവശ്യമാണ്. ഇത് ചില കൺട്രീസിൽ, അതായത് ഈ റൂറൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ മൊബൈൽ ബ്രോഡ്ബാൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ത്രൂ മൊബൈൽ ബ്രോഡ്ബാൻഡ് ഹാസ് ലാർജ്ലി ഓവർടേക്കൺ ഇറ്റ്. തേർഡ് ഇസ് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ്. സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിന് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ്, അതായത് എർത്ത് ഓർബിറ്റ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് യൂസ് ചെയ്തിട്ട് ഇന്റർനെറ്റ് ഡെലിവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർനെറ്റിന് ഡെലിവർ ചെയ്യുന്നുണ്ട് ഈ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ്. ഒരു സാറ്റലൈറ്റ് ഡിഷ് എന്ന് പറയുന്നത് യൂസറിന്റെ ലൊക്കേഷൻസിലായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു ഡിഷ് സാറ്റലൈറ്റിന്, അതായത് ഓർബിറ്റിന്റെ അകത്ത് സാറ്റലൈറ്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡേറ്റ ട്രാവൽ ചെയ്യുന്നത് ഡിഷിന്ന് സാറ്റലൈറ്റിലോട്ടേക്ക്, സാറ്റലൈറ്റിന് ISP ഹബിലോട്ടേക്ക്, then back to the users. ഓക്കെ, സ്പീഡ് എന്ന് പറയുന്നത് റേഞ്ച് ചെയ്യുന്നത് 12 Mbps തൊട്ടിട്ട് 100 Mbps വരെയാണ്. അതായത് ഒരു സർവീസ് പ്രൊവൈഡറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഒരു അഡ്വാൻറ്റേജസ്, ഇന്റർനെറ്റിന് എവിടെ നിന്ന് വേണമെങ്കിലും, അതായത് ഭൂമിയിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ റൂറൽ, ഡെസേർട്ട് അല്ലെങ്കിൽ മൗണ്ടൻ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ പോലും. ഇത് ലൊക്കേഷൻസ്, ഈ വയേർഡ് അല്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്ക്സ് അൺഅവൈലബിൾ ആവുന്ന ലൊക്കേഷൻസിൽ ഇത് ഐഡിയൽ ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഹൈ ലാറ്റൻസി അഥവാ ഡിലേ. കാരണം ഇത് സിഗ്നൽസ് എന്ത് ചെയ്യുന്നുണ്ട്? തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ്. High latency because signals must travel thousands of kilometers to satellite. ഇതിന് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ് ആവശ്യമാണ്. ഈ സബ്സ്ക്രിപ്ഷൻ ചാർജ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സ്റ്റാർലിങ്ക് ബൈ എലോൺ മസ്ക് സ്പേസ് എക്സ്. ഇത് എയിം ടു പ്രൊവൈഡ് ഗ്ലോബൽ ഇന്റർനെറ്റ് ആക്സസ് യൂസിങ് ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ്. സോ കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവോൾവ് ട്രമെൻഡസ്ലി ഫ്രം ഈ ഡയലപ്പ് സ്പീഡ് ഓഫ് എ ഫ്യൂ KB per second to
ഫൈബർ ഓപ്റ്റിക് ആൻഡ് 5G സ്പീഡ് ഓഫ് സെവറൽ ഗിഗാബൈറ്റ് പെർ സെക്കൻഡ്. അപ്പൊ ഈ ഒരു വയേർഡ് ബ്രോഡ്ബാൻഡ് ഓപ്ഷൻസ് ആയിട്ടുള്ള FTTH എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ഹൈ സ്പീഡ് നീഡ്സിനും എന്താണ് ബെസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ വയർലെസ് ബ്രോഡ്ബാൻഡ് ഫ്ലെക്സിബിലിറ്റിയും മൊബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഓൺ ദി ഗോ യൂസേഴ്സ്, അതായത് മേക്ക് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ ഓൺ ദ ഗോ യൂസേഴ്സ്. അപ്പൊ ഫ്യൂച്ചറിൽ ഈ 5G സാറ്റലൈറ്റ് ഇന്റർനെറ്റ് അതുപോലെ തന്നെ നെക്സ്റ്റ് ജെൻ ഫൈബർ ഒക്കെ പോലുള്ള ടെക്നോളജീസ് എന്ത് ചെയ്യുന്നുണ്ട്, റീഡിഫൈൻ കണക്ടിവിറ്റി കണ്ടിന്യൂ ടു റീഡിഫൈൻ കണക്ടിവിറ്റി. സോ ഇത്രയാണ് നമുക്ക് ടൈപ്സ് ഓഫ് കണക്ടിവിറ്റിനെ കുറിച്ചിട്ട് ഈ ഒരു സെക്ഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. CTTFന്റെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിക്കുവാണ്. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.